സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മിനി ടെഡി ബിയർ കോസ്റ്റർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കണം. സോ വിത്തൗട്ട് എനി ലാഗ് വെൽക്കം ബാക്ക് ടു ഫാമിലി സ്റ്റോറീസ്. സോ ആദ്യം തന്നെ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്യാം. നമ്മളിവിടെ സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത് നമ്മുടെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. മിഡിൽ ഫിംഗറും അതുപോലെ തന്നെ ഇൻഡെക്സ് ഫിംഗറും യൂസ് ചെയ്തിട്ടാണ് സ്ലിപ്പ് നോട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെ സ്ലിപ്പ് നോട്ട് 3 രീതിയിൽ ചെയ്യണമെന്നുള്ളത് ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയി വാച്ച് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ നോർമലി നീഡിലിൻ്റെ അവിടുന്ന് 3rd സ്റ്റിച്ചിലേക്ക് ആണ് നീഡിലിനെ പാസ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തതിൻ്റെ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച്. ഓക്കെ, ഞാനിവിടെ 3 ചെയിനുള്ള കാരണമാണ് ആദ്യത്തെ ചെയിൻ എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി കൗണ്ട് ചെയ്യുക നമ്മുടെ നീഡിലിൻ്റെ അവിടുന്ന് ബാക്കോട്ടാണ് കൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നീഡിലിൻ്റെ അവിടുന്ന് 3rd ചെയിനിലേക്ക് നമ്മുടെ നീഡിലിനെ പാസ് ചെയ്തിട്ട് ആ സെയിം സ്റ്റിച്ചിൽ ചെയിനിൽ തന്നെ നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക ആ സെയിം സ്റ്റിച്ചിൽ തന്നെ. ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം സ്ലിപ്പ് നോട്ടാണ് ചെയ്യുന്നത്. സ്ലിപ്പ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ചെയിൻ ഉണ്ടല്ലോ, മുകളിൽ കാണുന്ന ചെയിനിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് നീഡിലിനെ പാസ് ചെയ്തിട്ട് ഈ യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുക. അതാണ് എന്താണ് സ്ലിപ്പ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഞാനിവിടെ എൻഡ് യാണ് പിടിച്ച് വലിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സെൻറ്ററിലത്തെ ഹോള് അതുപോലെ തന്നെ നിൽക്കും. അത് വലിച്ചു കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ഓക്കെ, ഇനി റൗണ്ട് 2 ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം 2 ചെയിൻ ഇട്ട് കൊടുക്കാം. 2 ചെയിൻ ഇട്ടതിന് ശേഷം ആ സെയിം ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ എന്താണ് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഓക്കെ, ഈ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ നീഡിൽ പാസ് ചെയ്യണത്, അത് ശ്രദ്ധിക്കാം. അതുപോലെ ഈ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ടല്ലോ, ആ 10 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യാം, 2 ഈശ വെച്ചിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ വീണ്ടും ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 20 സ്റ്റിച്ചസാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം അത് കൗണ്ട് ചെയ്തോളണം. ടോട്ടൽ 20 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണമെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം കേട്ടോ. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ്റ്റി പിന്ന് സ്റ്റിച്ച് മാർക്കറായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് റൗണ്ട് 3ലേക്കാണ്. റൗണ്ട് 3 എന്ന് പറയുന്നത് വീണ്ടും 2 ചെയിൻ ഇട്ട് കൊടുക്കാം. 2 ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ചെയിനിൻ്റെ ഉള്ളിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യം, രണ്ടാമത്തെ ചെയിനിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ ചെയിനിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ, നാലാമത്തെ ചെയിനിൽ വീണ്ടും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. ആ ഇത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇതിങ്ങനെ ചെയ്ത് മൊത്തം ഈ 20 സ്റ്റിച്ചസിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 30 സ്റ്റിച്ചസ് കിട്ടും. ഇത് എപ്പോഴും കൗണ്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് കൗണ്ട് ചെയ്യണം. ഈ നമ്പർ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റ് കുറച്ച് വ്യത്യാസം വരും. സോ എപ്പോഴും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചസ് കൗണ്ട് ചെയ്യും. ഓക്കെ,
ഞാനവിടെ മുന്നേ ചെയ്ത് വെച്ചതിൽ 4ാമത്തെ റൗണ്ടിൽ ഞാൻ എന്ത് ചെയ്തിരിക്കണേ, ഈ 30 സ്റ്റിച്ചസ് ഉണ്ടല്ലോ, വീണ്ടും സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 2 ചെയിൻ ഇട്ട് കൊടുത്ത് എല്ലാ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ 4ാമത്തെ റൗണ്ടിൽ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്തതിന് ശേഷം ആ ഇതില്ലേ സ്ലിപ്പ് നോട്ട് ചെയ്തല്ലോ, അവിടെ നമ്മൾ 5 ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കത് കുറച്ചും കൂടി ഒരു വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ 4ാമത്തെ റൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ റൗണ്ടിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അല്ല നമുക്കിതുപോലെ കുഞ്ഞിത് മതി എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് 4ാമത്തെ റൗണ്ടിൽ എവിടെയാണ് നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്ത് ആ സ്ലിപ്പ് നോട്ട് ചെയ്ത സ്റ്റിച്ചിൽ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ എന്താണ് സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത 4 സ്റ്റിച്ചിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ, സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. അടുത്ത 4 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തല്ലോ, ആ സ്റ്റിച്ചിൽ നമ്മൾ 5 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. പിന്നെ വീണ്ടും അടുത്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിമൈനിങ് ഉള്ള എല്ലാ സ്റ്റിച്ചസിലും നമ്മൾ എന്ത് ചെയ്യണം, സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഈ 4ാമത്തെ ഇപ്പം ചെയ്യുന്ന റൗണ്ട് ഉണ്ടല്ലോ, അത് 5ാമത്തെ റൗണ്ട് ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ക്രോഷ്യോ വർക്ക് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഈ ചാനലിൽ സെൽഫ് സ്റ്റിച്ച് ഡ്രസ്സസ് അതുപോലെ തന്നെ ക്രോഷ്യോ റിലേറ്റഡ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, യാൺ കട്ട് ചെയ്യുക. യാൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നീഡിലെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ, ഒരിക്കലും ഷാർപ്പ് എൻഡായിട്ടുള്ള നീഡിലെടുക്കരുത്. ഇതിന് സ്വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽ കിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ തന്നെ അധികം മൊനയില്ലാത്തത് ഷാർപ്പില്ലാത്ത നീഡിൽസ് കിട്ടും, അതാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് യാണ് നമ്മൾ അറിയാത്ത പോലെ നമ്മുടെ ഈ സ്റ്റിച്ചസിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. നിങ്ങൾക്ക് അതുപോലെ കുറച്ചുകൂടെ വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഓക്കെ, ഒരു റൗണ്ട് കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാം. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് ആൻഡ് happy learning and have peace to all.